ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഫെബ്രുവരി മാസം 1 തീയതി മുതൽ ഒരു 6 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ആ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗുണഫലങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. എന്തുകൊണ്ടാണ് ഫെബ്രുവരി മാസം 1 തീയതി മുതൽ ഒരു നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കിയാൽ, ഫെബ്രുവരി മാസമാണ് ശുക്രൻ്റെ രാശിമാറ്റം നടക്കുന്നത്. ഫെബ്രുവരി 6 തീയതിയാണ് ശുക്രരാശി മാറ്റം. ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാശി മാറുന്ന സമയമാണ്. 6 തീയതിയാണ് ആ ശുക്രരാശി മാറ്റമെങ്കിലും ഫെബ്രുവരി 1 മുതൽ തന്നെ ആ ഒരു ശുക്രൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. ശുക്രൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനാണ്. നമ്മുടെ ലൗകിക ജീവിതത്തിൽ അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹം. ഒരു മനുഷ്യൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു നല്ല മാറ്റം, നല്ലത് സംഭവിക്കണമെങ്കിൽ ഒരുപാട് വർഷത്തിൻ്റെയോ കാലത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. ഒരു നിമിഷം മതി. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി ഒരു 6 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകപ്രകാരം ആർക്കെങ്കിലും ശുക്രദശ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ജാതകത്തിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ അതിൽ ശുക്രൻ്റെ അപഹാരമാണോ, ശുക്രൻ ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കാം. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ജാതകപ്രകാരം നമുക്ക് നടക്കുന്ന ദശാകാലങ്ങളും മറ്റും നമ്മുടെ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഒരു രാശിഫലം നമ്മൾ പറയുമ്പോൾ രാശിയിൽ ഗുണഫലങ്ങൾ പറഞ്ഞാലും ദോഷഫലങ്ങൾ പറഞ്ഞാലും ആ ഒരു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് ആ ഗുണഫലമാണെങ്കിലും ദോഷഫലമാണെങ്കിലും പൂർണ്ണ രൂപത്തിൽ അനുഭവത്തിൽ വരാതെ അതിലൊരു ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരുന്നത് ആ ജനന ജാതകത്തിൽ നടക്കുന്ന ദശാകാലങ്ങൾ കൂടി സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. ഫെബ്രുവരി മാസം മുതൽ അത്രമേൽ സമയം ഈ ഒരു 6 രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. അതുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞ പ്രകാരം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ഗുണഫലങ്ങൾ അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് സമയം അത്യുത്തമമാണ്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് മേടം രാശിക്കാർക്ക് ശുക്രൻ അത്ര ശുഭത്വം നൽകുന്ന ഗ്രഹമല്ല. പക്ഷേ ഇവിടെ ഈ ഒരു ശുക്രരാശി മാറ്റം സംഭവിക്കുന്നത് രാശിക്ക് 11ാം ഭാവത്തിലാണ്. മേടത്തിന് കുംഭം എന്ന് പറയുന്നത് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനമായിട്ടാണ് വരുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ച് പാപനായ ശുക്രൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ ആ ശുക്രൻ്റെ പാപത്വം നഷ്ടപ്പെട്ട് ശുക്രനിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത്. എങ്ങനെയുള്ള നേട്ടങ്ങളാണ് മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നത് എന്ന് നോക്കിയാൽ ധനപരമായ മുന്നേറ്റമാണ്, സാമ്പത്തികപരമായ മുന്നേറ്റം. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് ധനകാരകനാണ്, ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു കാലത്തിൻ്റെ ആരംഭം. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്കതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു സാമ്പത്തിക വരവ്, ഒരു ധനവരവ്, പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ കയ്യിൽ നിന്നും ഇടങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വരിക, നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. 11ാം ഭാവം എന്ന് പറയുന്നതിന് സർവാഭീഷ്ട സ്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്ന ഒരു ഭാവം. അപ്പോൾ ഈ ഒരു സമയത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് സാമ്പത്തിക ചെലവ്, അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകളൊക്കെ അനുഭവത്തിൽ വന്നവരാണ് മേടം രാശിക്കാർ. ഒരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് നമ്മൾ ചിലവാക്കുന്ന പണം പോലും പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോവുക. ഏതെങ്കിലും തരത്തിൽ ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്ന ഒരു സമയം. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ആ പാഴ്ചിലവുകൾ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അത് ശുഭകാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കാൻ സാധിക്കുക. ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാവുക. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊക്കെ നോക്കുമ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്ര പണം ലഭിച്ചാലും അത് നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ കഴിയാത്ത
അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ചെറുതാണെങ്കിലും നിങ്ങൾക്കൊരു സമ്പാദ്യം ഉണ്ടാവുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുക, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു നേട്ടം, ഒരു ലാഭം വന്നു ചേരുക, ലഭിക്കാനുണ്ടായിരുന്ന പണങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അനുഭവമൊക്കെ ഈ ഒരു സമയത്തുണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലൊരു നന്മകൾ, നേട്ടങ്ങൾ മേടം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. അതുപോലെ അവരവരുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയവും, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം, അങ്ങനെ വീടിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കുക. അതുപോലെ ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗം, മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും, വിവാഹം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരവരുടെ കുടുംബത്തിൽ നടക്കുന്ന സമയമാണ്. മേടം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും ഈ ഒരു സമയം നിങ്ങൾക്ക് അത്രമേൽ ഗുണപ്രദമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ നടക്കുക. അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന സമയമാണ്. എടുത്തു പറയേണ്ടത്, മേടം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അവരെ സംബന്ധിച്ച് അതിലൊരു പൂർണ്ണ മാറ്റമുണ്ടാകും. കാരണം ശുക്രൻ നിങ്ങൾക്ക് കളത്രകാരകനാണ്. ആ ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്ന സമയം ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അത് പരിഹരിച്ച് ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഏത് കാര്യകാരണങ്ങൾ കൊണ്ട് അകന്നു കഴിയുന്ന ദമ്പതികളാണെങ്കിലും ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കും. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന ആ ഒരു തടസ്സങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ പൂർണ്ണമായി വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു പുനർവിവാഹം, നല്ലൊരു അനുയോജ്യനായ വ്യക്തി ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അവരവരുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ലഭിക്കും. ജീവിത പങ്കാളി മുഖാന്തരം ആ പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് ആ മാറ്റം ലഭിക്കുന്നതായിരിക്കും. കാരണം ശുക്രൻ നിങ്ങൾക്ക് അത്രമേൽ ശുഭത്വം നൽകുന്ന, പൂർണ്ണ ഒരു ഫലം നൽകുന്ന തരത്തിലാണ് ഈ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ജീവിത അഭിലാഷങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയമാണ്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെയും ലൗകിക ജീവിതത്തിലുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ, പ്രത്യേകിച്ചും ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഉന്നതി ഈ ഒരു സമയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരുന്നതാണ്. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരും. അത് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് മാത്രം. തീർച്ചയായിട്ടും ഒരു നല്ല മാറ്റമാണ്. ജീവിതത്തിലെ ഒരു കഷ്ടകാലം, ആ ഒരു ബുദ്ധിമുട്ടിനൊക്കെ ഒരു മാറ്റം വന്ന് നിങ്ങളുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ നന്മകൾ, ഉയർച്ചകൾ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭം. ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം പറഞ്ഞ പ്രകാരം അവരവരുടെ ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമാണ്. ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നല്ല നന്മകളും നേട്ടങ്ങളുമൊക്കെ അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് സമയം അത്യുത്തമമാണ്. ശുക്രൻ നിങ്ങൾക്ക് 10-ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് അനുഭവത്തിൽ വരും. പ്രധാനമായും ശുക്രൻ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപതി 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കർമ്മസംബന്ധമായ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരു സമയമാണ്. ഇടവം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ അവരവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ, ആ കർമ്മത്തിൽ ഒരു മാറ്റം, ഒരു നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടം, ഒരു ഉയർച്ച നിങ്ങളുടെ കർമ്മത്തിൽ അനുഭവത്തിൽ വരും. പദവി മാറ്റം, പദവി ഉയർച്ച ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഒരു ജോലിക്ക് ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കാണെങ്കിലും, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഒക്കെ നിങ്ങളുടെ ശ്രമങ്ങൾക്ക് 100-ൽ 100% ഫലം ലഭിക്കുന്ന സമയമാണ്.
കർമ്മസംബന്ധമായിട്ട് ഏറ്റവും ഉയർച്ച ലഭിക്കുക. നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിൽ കൂടെ നിങ്ങൾക്ക് ഒരുപാട് ധനവരവ് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഒരു തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഇടവം രാശിയിൽപ്പെട്ടവർക്കും സമയം അത്യുത്തമമാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ അതിലൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു കാലഘട്ടത്ത് അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ശനിയുടെ രാശിയായ കുംഭമായിട്ടാണ് വരുന്നത്. ശനിയാണ് ഇടവം രാശിക്കാർക്ക് ഭാഗ്യാധിപതി. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു സമയത്ത് പലർക്കും വന്നു ചേരും. ഭാഗ്യം തന്നെയാണ് ഈശ്വരാനുഗ്രഹം. ഇപ്പോൾ ലൗകിക ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിലെ പല നല്ല മാറ്റങ്ങളും എല്ലാം ഈ ഒരു സമയത്ത് വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ള പണവരവ്, ധനവരവ് ലഭിക്കുക, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഒരു മുന്നേറ്റം ലഭിക്കുന്ന സമയം. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ശുഭനായതുകൊണ്ട് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക, കടബാധ്യതകൾ വിട്ടൊഴിയുന്ന കാലഘട്ടം. ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. കോടതി കേസ് വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായ മാറ്റം, പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരിക. അങ്ങനെ എല്ലാ തരത്തിലും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ശുക്ര രാശി മാറ്റം അത്യുത്തമമായിട്ടുള്ള ഫലങ്ങളാണ് ഓരോ വ്യക്തികൾക്കും നൽകുന്നത്. പണം സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഈ ഒരു കാലഘട്ടത്ത് ഇടവം രാശിക്കാർക്ക് പരിഹരിക്കപ്പെടുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഭാഗ്യാനുഭവം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ വരുന്നത്. ചിലർക്ക് ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കുന്നത് മൂലം മറ്റുള്ളവരെ സംബന്ധിച്ച് ആ ഒരു കടബാധ്യതകളോ മറ്റു കാര്യങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിലൊക്കെ വരുന്ന ഒരു നല്ല മാറ്റത്തിൽ കൂടെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിലൂടെ, അതുപോലെ ആശുപത്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മുഖാന്തരം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ആശുപത്രി വാസം, ഈ രീതികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു പൂർണ്ണമായ മാറ്റമുണ്ടായി ശരീരത്തിന് പുത്തൻ ഉണർവും ആരോഗ്യവും ലഭിച്ച് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആ പാഴ്ചിലവുകളിൽ നിന്നൊക്കെ മുക്തരാകാൻ പറ്റുന്ന ഒരു സമയവുമാണ് ഇത്. ഇടവം രാശിക്കാർക്ക് ഈ ഒരു കാലഘട്ടം, ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നിങ്ങൾക്ക് ആ മാറ്റം കാണുവാൻ സാധിക്കും. ഇടവം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങളുടെ ആഗ്രഹപ്രകാരം കുടുംബത്തിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഭാഗ്യാധിപതിയാണ്. അപ്പോൾ ഭാഗ്യാധിപതിയുടെ രാശിയിൽ നിങ്ങളുടെ രാശ്യാധിപൻ സഞ്ചരിക്കുന്ന കാലം നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു കാലമാണ്. അത്രമേൽ ഇടവം രാശിക്കാർക്ക് സമയം അത്യുത്തമമായിട്ട് മുന്നോട്ട് പോകും. ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ എല്ലാം ഈശ്വരൻ നൽകും. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരവരുടെ ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് അത്യുത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി ജീവിതത്തിലെ ആ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ശുക്രരാശി മാറ്റം അത്യുത്തമമാണ്. ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. കുംഭം രാശി എന്ന് പറയുമ്പോൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമാണ്. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കും. മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും കഴിഞ്ഞ കുറേ കാലമായി തീരെ പ്രതീക്ഷിക്കാത്ത പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പ്രത്യേകിച്ചും കർമ്മസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതരത്തിലാണ് പലർക്കും അനുഭവത്തിലുള്ളത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. വളരെ ലളിതമായി പറഞ്ഞാൽ, സാധാരണ പറയും പോലെ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്നത് പോലുള്ള പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ വന്നു ചേരുന്ന ഒരനുഭവം. മറ്റു ചിലർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കുക, പുതിയൊരു ജോലിക്കൊക്കെ ശ്രമിച്ചാൽ ലഭിക്കാത്ത ഒരനുഭവം ഉണ്ടാവുക, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുമൂലം അനുഭവത്തിൽ വരിക.
ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നങ്ങൾ, ചിലരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വാഹനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതികളിൽ നിന്നോ ചെറിയ അപകടങ്ങൾ, ഒടിവുകൾ, ചതവുകൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല തരത്തിലാണ് ഈ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ കൂടെ മിഥുനരാശിയിൽപ്പെട്ട പലരും കടന്നു പോകുന്നത്. തീരെ പ്രതീക്ഷിക്കാത്ത ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്ന് അതുമൂലം സാമ്പത്തിക നഷ്ടങ്ങൾ, ചിലവുകൾ, ആശുപത്രിവാസങ്ങൾ, ഇതൊക്കെ അനുഭവത്തിൽ വന്ന വ്യക്തികളും ധാരാളമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകും. അതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, നമ്മൾ വിശ്വസിച്ചിരുന്ന പല വ്യക്തികളിൽ നിന്ന് ഒരു ചതിക്കപ്പെട്ട അനുഭവം, ഒരു വഞ്ചന ലഭിച്ച തരത്തിലുള്ള അനുഭവങ്ങൾ, അത് പണം സംബന്ധമായിട്ടും മറ്റ് കർമ്മ മേഖലയിലുമൊക്കെ ഒരു ചതിവ് ലഭിച്ച വ്യക്തികളും കുറവല്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളാണെങ്കിൽ ഇനി മുന്നോട്ട് ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി അപ്രതീക്ഷിതമായ നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടുള്ള മാറ്റമുണ്ടായി ശരീരത്തിന് ആരോഗ്യം വീണ്ടും കിട്ടും. അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന കാലഘട്ടം. സാമ്പത്തികപരമായിട്ട് ഉയർച്ച, ഒരു നന്മ, നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വിട്ടുമാറും. നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന നന്മകൾ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പൂർവികപരമായിട്ട് ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ വന്നു ചേരുക. ഭൂമി സംബന്ധം, ഗൃഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പലരെയും സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണമൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക. അപ്രതീക്ഷിതമായ ചില യാത്രകൾ അനുഭവത്തിൽ വരിക. യാത്രകളിൽ കൂടെ നല്ല നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പലർക്കും ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങളോ ക്ഷേത്രങ്ങളോ ഒക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി അനുഭവത്തിൽ വരും. അതുപോലെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയം അത്യുത്തമമാണ്. കാരണം വിദേശ യാത്ര, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. മിഥുനരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉയർ പഠനം, ഉപരിപഠനം, ഇതിനൊക്കെ സാധ്യതകൾ ധാരാളമുള്ള സമയമാണ്, വിദേശ പഠനത്തിനൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി മിഥുനരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് അവരവരുടെ സന്താനങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന് സുഖം, സമാധാനം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുക. മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് നിങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുവാനുള്ള അവസരം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കുട്ടികളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ വരുന്ന സമയമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം, അതുപോലെ നല്ല ജോലി ലഭിക്കുക, അവർക്ക് നല്ല മംഗല്യഭാഗ്യം, വിവാഹം ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. സമയം വളരെ അനുകൂലമാണ്. ഈ ഒരു സമയത്ത് ആഗ്രഹമുണ്ടെങ്കിൽ മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എല്ലാവിധ നന്മകളും അവരവരുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് ശുക്രൻ 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. തുലാം രാശിക്കാർക്ക് രാശിയാധിപതിയാണ് ശുക്രൻ. തുലാം ലഗ്നക്കാർക്ക് ലഗ്നാധിപതിയും. നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ശനി. ആ ശനിയുടെ രാശിയായ കുംഭത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത് മാനസികവും ശാരീരികവുമായിട്ടുള്ള നല്ലൊരു മാറ്റം വന്നു ചേരും. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, നന്മകൾ ലഭിക്കുന്ന കാലഘട്ടം. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ശുക്രരാശി മാറ്റം നൽകുന്നത്. ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന അത്യുത്തമമായ സമയമാണ്. ആരോഗ്യം പൂർണ്ണ രീതിയിൽ ലഭിക്കുന്ന സമയം. അവരവരുടെ ഗൃഹം സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറി ആ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അവരവരുടെ മാതാവ് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊരനുഗ്രഹം, ജീവിതത്തിലൊരു നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന സമയമാണ്. മാതാവിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയമാണ്.
നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് ശുക്രൻ നൽകുന്നത്. കാരണം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങളെ തന്നെ കുറിക്കുന്ന ഗ്രഹമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ വന്നു ചേരും. എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടങ്ങളിൽ പരിഹരിക്കപ്പെടും. ഒരുപാട് നാളുകളായി മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. കാരണം ശുക്രൻ നിങ്ങൾക്ക് അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവുമാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ മാത്രമല്ല, ഒരുപാട് മറഞ്ഞിരിക്കുന്ന നന്മകൾ, നേട്ടങ്ങൾ നൽകുന്ന ഭാവമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശുക്രൻ പൂർണ്ണ ശുഭനായതുകൊണ്ട് അഷ്ടമത്തിൽ മറഞ്ഞിരിക്കുന്ന പല ഗുണങ്ങളും നന്മകളും, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സാമ്പത്തിക ഉയർച്ച, ഒരു നന്മകൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള സഹായവും നന്മകളും ഒക്കെ നൽകുന്നത്. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ലഭിക്കുന്നതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. അവരവരുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആശങ്കകൾ, ബുദ്ധിമുട്ടുകൾ തുലാം രാശിക്കാരായ മാതാപിതാക്കൾക്ക് വിട്ടുമാറും. ഈ ഒരു സമയത്ത് നല്ലൊരു മംഗല്യ ഭാഗ്യം തുലാം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ പൂർണ്ണമായി വിട്ടുമാറും. അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം ഈ ഒരു സമയത്ത് ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയമാണ്. കുറച്ചധിക കാലങ്ങളായി അവരവരുടെ സന്താനങ്ങളുമായിട്ട് ഏതെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞ് കഴിയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറി നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിന് ആ ഒരു സമാധാനം, സുഖം നൽകുന്ന നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം അത്രത്തോളം വന്നു ചേരുന്ന സമയമാണ്. തുലാം രാശിക്കാരായ വ്യക്തികൾക്ക് പൂർവികപരമായിട്ട് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വഴിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്ത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. അത്രമേൽ നിങ്ങൾക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. ശനിയുടെ രാശിയായ കുംഭത്തിൽ നിങ്ങളുടെ രാശ്യാധിപൻ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റം, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഈ ഒരു കാലഘട്ടത്ത് നിങ്ങൾക്ക് വന്നു ചേരും. ഈശ്വരാനുഗ്രഹം അത്രത്തോളം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ പറ്റുന്ന സമയം. അതിനുള്ളൊരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അത്രമേൽ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങളാണ് ഈ ഒരു സമയത്ത് ഓരോ വ്യക്തികൾക്ക് ലഭിക്കുന്നത്. തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ദാമ്പത്യപരമായിട്ടും നിങ്ങൾക്കൊരു സമാധാനം, സുഖമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അതിലും ഈ ഒരു കാലഘട്ടത്തിൽ നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ ലഭിക്കും. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എല്ലാ തരത്തിലും നല്ല ഒരു മാറ്റം ലഭിക്കും. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു സുഖം, സമാധാനം വന്നു ചേരുന്ന സമയം. ജീവിതത്തിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല മാറ്റങ്ങളാണ് ലഭിക്കുക. ജീവിത ഉയർച്ചകൾ, നന്മകൾ, ആ തരത്തിലുള്ള ഒരു സുഖാനുഭവങ്ങളായിരിക്കും തീർച്ചയായിട്ടും വന്നു ചേരുന്നത്. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരവർക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം, ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം അത്യുത്തമമാണ്. നിങ്ങൾക്ക് രണ്ടാം ഭാവമായ ധനസ്ഥാനത്താണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. മകരമെന്ന് പറയുന്നത് കുംഭത്തിന് രണ്ടാം ഭാവമായ ധനസ്ഥാനമായിട്ട് വരും. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി മകരരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ലഭിക്കുന്ന സമയമാണ്. പണം സംബന്ധിച്ചിട്ടുള്ള ഒരു നല്ല മാറ്റം, ഒരു നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ചും ധനകാരകൻ, അതായത് മകരം രാശിക്കാർക്ക് ധനകാരകനായ ഗ്രഹം ആണ് ശനി എന്ന് പറയുന്നത്. ആ ശനിയുടെ രാശിയായ കുംഭത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി മാറ്റപ്പെടും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും.
അത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പലയിടങ്ങളിൽ നിന്നും കൈകളിലേക്ക് പണം വന്നു ചേരാം. അതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പല കാര്യകാരണങ്ങൾ കൊണ്ട് അത് തിരിച്ചു ലഭിക്കുന്നില്ല. അത് സ്വന്തം ബന്ധമോ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ മറ്റു പലരുമാകാം. പക്ഷേ അവരാഗ്രഹിച്ചിട്ടും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആ പണം തിരികെ നൽകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം മുതൽ നിങ്ങൾ കൊടുത്ത ആ ഒരു പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മുൻപിൽ പുതിയ വഴികൾ തുറന്നു കിട്ടും. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ജീവിത മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും ഒരു വിലയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു വേർപിരിവുകളോ ബുദ്ധിമുട്ടുകളോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിലൊക്കെ പൂർണ്ണമായി മാറ്റമുണ്ടായി നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ഒരു ദൃഢത കൈവരും. കുടുംബത്തിൽ സമാധാനം, സന്തോഷം ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയവുമാണ്. കുടുംബ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ ഒരു കൂടിച്ചേരലുകൾ ഒക്കെ ഈ ഒരു കാലഘട്ടത്തെ അനുഭവത്തിൽ വരികയും പല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സമയവുമാണ്. മകരരാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ സമയം ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നല്ലതാവുകയാണ്. നിങ്ങൾക്ക് മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന നല്ല നല്ല അനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്ത് വന്നു ചേരും. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറും. ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കുന്ന സമയമാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും സമയം അത്യുത്തമമാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുമായി ധൈര്യമായി മുന്നോട്ട് പോകാം. ആഗ്രഹിച്ച ഒരു പുതിയ സ്ഥലത്തേക്ക് ഒരു ജോലി മാറ്റം ലഭിക്കാം. അല്ലെങ്കിൽ പുതിയൊരു രാജ്യത്തേക്ക് ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കുണ്ടെങ്കിൽ അത് സാധ്യമാകുന്ന സമയമാണ്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായി അതുമായി പരിശ്രമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ടൊരു ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ഈ ഒരു സമയം മുതൽ പരിശ്രമിച്ചോളൂ. നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ട് നല്ല ഒരു ജോലി, ഒരു കർമ്മമൊക്കെ വന്നു ചേരുകയും ചെയ്യും. ചെറുതാണെങ്കിലും ഒരു തൊഴിൽ, ബിസിനസ്സൊക്കെ സ്വന്തമായി നടത്തുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ കർമ്മ മേഖലയിൽ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. പലതരത്തിലുള്ള നന്മകൾ, മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് മകരം രാശിക്കാർക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരനുഭവം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നമ്മൾ ലൗകിക ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും, അത് പണം സംബന്ധിച്ച പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ ഉള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിലൊക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റം അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറുന്ന ഒരനുഭവം വന്നു ചേരും. പലതരത്തിൽ ഏറ്റവും നല്ല ഒരു മാറ്റമാണ് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു ശുക്ര രാശിമാറ്റത്തോടു കൂടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. മകരം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ സന്താനങ്ങളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സമയമാണ്. ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ സന്താനങ്ങൾ മുഖാന്തരം, കുട്ടികൾ മുഖാന്തരം അനുഭവത്തിൽ വരും. പലർക്കും ഈ ഒരു സമയം സ്വന്തമായിട്ട് ഒരു വീട് എന്നുള്ള ആഗ്രഹമൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഭൂമി, ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശുക്രരാശി മാറ്റത്തോടുകൂടി വിട്ടുമാറും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങളാണ് ശുക്രൻ നൽകുന്നത്. സമയം അത്രത്തോളം ഓരോ വ്യക്തികൾക്കും അനുകൂലമാണെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് സമയം അത്രത്തോളം അനുകൂലമാണ്. ഈ ഒരു സമയത്ത് ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഏറ്റവും ഉത്തമമായിരിക്കും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി കുംഭം രാശിക്കാർക്കാണ്. നിങ്ങളുടെ ആ ഒരു ജന്മരാശിയിൽ തന്നെ ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണ്. സമയം ഏറ്റവും ഉത്തമമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് 7ര ശനിയുടെ അവസാന പാദത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ഇപ്പോൾ ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ നൽകും. ശുക്രൻ നിങ്ങളുടെ രാശിക്ക് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. കർമ്മസ്ഥാനത്തിൻ്റെയും സുഖസ്ഥാനത്തിൻ്റെയും ഒക്കെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ഈ ഒരു ശുക്രരാശി മാറ്റം കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, സുഖാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നൽകും. ശുക്രൻ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മം എന്താണോ അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല നേട്ടങ്ങളും മാറ്റങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ്. ഒരുപാട് നാളുകളായിട്ട് ലഭിക്കാതിരുന്ന ആ ജോലിയിൽ ഒരു നല്ല ഒരു ഉയർച്ച, അല്ലെങ്കിൽ ആ ജോലി മുഖാന്തരം അപ്രതീക്ഷിതമായ ധനവരവ്, നേട്ടം, ലാഭങ്ങളൊക്കെ വന്നു ചേരും. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഉയർച്ചയൊക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങളൊരു സ്ഥാനമാറ്റം, ഇടം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ ഈ ഒരു കാലഘട്ടത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കും സമയം വളരെ വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ, സ്റ്റീല്, ഇരുമ്പ്, ഉരുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ശനിയുടെ ആധിപത്യം വഹിക്കുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. സ്വന്തമായി ഒരു തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന കുംഭം രാശിക്കാർക്കും അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾ ഒക്കെ വിട്ടുമാറി അപ്രതീക്ഷിതമായ ധനവരവ്, നേട്ടങ്ങൾ, ലാഭങ്ങൾ വന്നു ചേരും. പലർക്കും പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരു ഭാഗ്യവും ഈ ഒരു സമയത്ത് ഈശ്വരൻ നൽകും. നിങ്ങൾ ചെയ്യുന്ന ജോലി, കർമ്മം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിലൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മുന്നേറ്റം വന്നു ചേരുക, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ധാരാളമായിട്ടുള്ള ധനവരവ് ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. മനസ്സിനും ശരീരത്തിനും സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. കാരണം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ സുഖാധിപതിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിട്ടുമാറുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരാം. പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് കുംഭം രാശിയിൽപ്പെട്ട പലർക്കും ഒരു വണ്ടി വാഹനത്തിനുള്ള യോഗമുള്ള സമയമാണ്. അത് നിങ്ങളിൽ പലർക്കും ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ പലർക്കും ഒരു ഭൂമി സംബന്ധമായിട്ടോ അല്ല ഗൃഹം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. കർമ്മസംബന്ധമായിട്ട് ധാരാളം യാത്രകൾ പലർക്കും ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാം. ഈ യാത്രകൾ മുഖാന്തരം നിങ്ങൾക്കൊരു നേട്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. വിദേശത്തൊരു ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. വിദേശത്ത് ഒരു ജോലി ലഭിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് എല്ലാ തരത്തിലും പലതരത്തിലുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ജീവിതത്തിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി അനുഭവത്തിൽ വരുന്നത്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ ലഭിക്കുക. അവരവരുടെ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും നിങ്ങളെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം കുംഭം രാശിക്കാർക്ക് അത്രമേൽ ഉത്തമമാണ് എന്ന് പറയുവാൻ കാരണം നിങ്ങളുടെ ജന്മരാശിയിലേക്കാണ് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യവും കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യവും വഹിക്കുന്ന ശുക്രൻ വന്നു ചേരുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ലൗകിക ജീവിതത്തിലുള്ള കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി മനസ്സിനും ശരീരത്തിനും ആ ഒരു സുഖം ലഭിക്കുന്ന സമയമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖാനുഭവം ലഭിക്കണമെങ്കിൽ അത് മാനസികവും ശാരീരികവുമായിട്ടുള്ളതായിരിക്കണം. അതിന് ഒരു വ്യക്തിക്ക് ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിലായിരിക്കണം, മറ്റ് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറണം. ഒരു വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് പല തരത്തിലുള്ള
ലൗകിക ജീവിതത്തിലെ കാര്യങ്ങൾ അനുകൂലത്തിൽ വരുമ്പോഴാണ് ഒരു സുഖം എന്ന വാക്കിന് തന്നെ അവിടെ പ്രസക്തി. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും, ആദ്യം പറഞ്ഞ പ്രകാരം ചെയ്യുന്ന ജോലിയിലാണെങ്കിലും, ആരോഗ്യത്തിലാണെങ്കിലും, ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും, പണം സംബന്ധിച്ച കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സുഖാനുഭവം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറുകയും ചെയ്യും. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ്. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.